ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ വീണ്ടും നാണമില്ലാതെ കിരണിന്റെ കല്യാണിന്റെ വീട്ടിലേക്ക് പോകുവാണ്. ദീപ എടുത്ത് പറയാനായിട്ട് വിവാഹമോചനത്തിന് വേണ്ടിയിട്ടുള്ള ആ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് ഒപ്പിട്ട് തന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ദീപ എടുത്ത് കിരൺ പറയുന്നുണ്ട്, അമ്മ ഒപ്പിട്ട് കൊടുക്കരുതെന്ന് പറയണം. അതുകൊണ്ട് തന്നെ ദീപ ഒപ്പിട്ട് കൊടുക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ടല്ലോ കല്യാണി നാളെ വരുമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണി നാളെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രകാശൻ ആകെ ഇടഞ്ഞിരിക്കും കേട്ടോ. കാരണം ലക്ഷ്മിയെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ദീപ വിവാഹമോചനം ചെയ്തു തരണ്ടേ. അപ്പൊ അത് നടക്കാണ്ട് നമുക്ക് പ്രകാശിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു വിവാഹമോചനം നടത്തി ലക്ഷ്മിനെ സ്വന്തമാക്കണം. അതുവഴി തന്റെ മോനെ രാജകുമാരനെ പോലെ വളർത്തണം. മോനും ഒരു രാജകുമാരനെ കണ്ടുപിടിച്ച് അവരുടെ ജീവിതം ഒന്ന് ഭദ്രമാക്കണം. അത് മാത്രമുള്ള പ്രകാശിന്റെ വിചാരം. അപ്പൊ അതിനുവേണ്ടി വീണ്ടും 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 നമ്മുടെ ദീപനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ വളരെ ദേഷ്യത്തിലൊക്കെ സംസാരിക്കും. പിന്നീട് ദീപയുടെ കാല് പിടിക്കണ പോലെ പറയും, നീ എങ്ങനെയൊക്കെ എനിക്ക് ഒപ്പിട്ടതാ, ഞാൻ എന്തിനാ നിന്റെ ജീവിതത്തിൽ ഇനി, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇത് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഞാനായിട്ട് എന്നെ കാണുമ്പോൾ പോലും എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനും നീയും അന്യരാണ്. അതുകൊണ്ട് ഞാൻ എന്തിനു തെറ്റ് ചെയ്താൽ നിനക്ക് പോലീസിൽ ധൈര്യമായിട്ട് കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാമല്ലോ. അതുകൊണ്ട് നീ എന്തിനെ ഇങ്ങനെ ബലം പിടിക്കണ ദീപേ, നീ ഒന്ന് ഒപ്പിട്ടതാ ദീപേ എന്ന് പറയാണ്. ഞാൻ എന്തായാലും നിങ്ങളുടെ 7 അയലത്ത് വരില്ല, നിങ്ങളെ ശല്യപ്പെടുത്താൻ ഒന്നിനും ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. പക്ഷെ ദീപ അതിനൊന്നും വഴങ്ങില്ല കേട്ടോ. ഞാൻ സമ്മതിച്ച് തരില്ല എന്നന്നെ ദീപ പറയും. അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ നമ്മുടെ കല്യാണിയും പറയണ്ടേ, നിങ്ങൾക്ക് എന്തിനാ ഡിവേഴ്സ് കിട്ടുന്നത്? ആ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീനെ വിവാഹം കഴിക്കാനാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാണ്. ആ ദേഷ്യത്തിൽ നമ്മുടെ പ്രകാശൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തായാലും ദീപ ഇതിനെ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവര് നന്നായിട്ടൊന്ന് വേദനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കിരണിനെയും കല്യാണിനെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുവാണ്. കിരണിനെ പോട്ടെന്ന് വെക്കാം, കല്യാണിനെ അങ്ങനെ ചെയ്യത്തുള്ളൂ. കാരണം കല്യാണിനെ എന്ത് ദേഷ്യം വന്നാലും പ്രകാശിനൊരു സ്വഭാവമുണ്ട് കല്യാണിനെ വേദനിപ്പിക്കുക എന്നുള്ളത്. മുമ്പ് തൊട്ടേ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണിനെ വേദനിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ സരിയും ഷാരിയും രാഹുലൊക്കെ കൂടെ ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണിനെ എങ്ങനെയെങ്കിലൊക്കെ വേദനിപ്പിച്ച് നമ്മുടെ ദീപയുടെ മനസ്സ് മാറ്റി അതുവഴി ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് പ്രകാശിനെ നോക്കുന്നത് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.